സംസ്ഥാനം ഗുരുതര കടബാധ്യതയിലെന്ന് ധവളപത്രം. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വരുമാനത്തിന്റെ 77.6%, ശമ്പളവും പെൻഷനും നൽകാൻ. നഷ്ടത്തിൽ മുന്നിൽ KSRTCയും ജല അതോറിറ്റിയും. കിഫ്ബി സമാന്തര ഭരണ സംവിധാനമെന്നും വിമർശനം. വിരമിക്കൽ പ്രായം ഉയർത്തണമെന്ന് ധവളപത്രം. ബെബ്കോ, സിവിൽ സപ്ലൈസ് എന്നിവ ലയിപ്പിച്ച് ഒറ്റ കോർപ്പറേഷനാക്കണം. ധവളപത്രത്തിലെ ശുപാർശകൾ പലതും രാഷ്ട്രീയ വിവാദത്തിന് വഴിവെക്കുന്നത്. ധവളപത്രത്തിൽ നിയോജനക്കുറിപ്പുമായി പ്രതിപക്ഷം. എല്ലാ ഗവൺമെന്റുകളും, ഞങ്ങളതായാലും UDF-ന്റേതായാലും ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സർ, ഇവിടെ ധനകാര്യ വകുപ്പല്ല തയ്യാറാക്കിയത്. പ്രതിപക്ഷ ആക്ഷേപം തള്ളി മുഖ്യമന്ത്രി. ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മാലിന്യ കൂമ്പാരമായി ആലപ്പുഴ ബീച്ച്. വണ്ടർഫാൾസ് പ്രദർശന ശേഷവും പ്രദേശം വൃത്തിയാക്കിയില്ല. വാട്ടർ തീം പാർക്കിലെ കനാലിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ. മകൾക്ക് ആശ്രിത നിയമനം നൽകും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. സർക്കാരിന് നന്ദിയെന്ന് കുടുംബം. കാലവർഷം സംസ്ഥാന തീരത്തേക്ക്. പലയിടങ്ങളിലും കനത്ത മഴ. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. പാലക്കാട് പട്ടിയെ കൊന്ന് കുടിവെള്ള ടാങ്കിലിട്ടു. അതിക്രമം. 20 കുടുംബങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന ടാങ്കറിൽ. പട്ടിയുടെ ജഡം അഴുകിയ നിലയിൽ. ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാർ. പോലീസ് അന്വേഷണം തുടങ്ങി. സംസ്ഥാനത്ത് ആദ്യമായി ഇസ്ലാം ഫ്രണ്ട്ലി ജിം പാലക്കാട് തുടങ്ങും. ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് മാത്രം ജിമ്മിൽ പ്രവേശനം. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ച് കടത്തിവിടില്ല. സംഗീതത്തിനും വിലക്ക്. ശരീരം പൂർണ്ണമായും മറയ്ക്കണമെന്നും നിർദ്ദേശം. ബീഹാറിലെ സ്വകാര്യ ആശുപത്രിയിലെ ICU വാർഡിൽ തീപിടുത്തം. 4 രോഗികൾ മരിച്ചു. ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനം. ഡൽഹി ഹോട്ടലിലെ തീപിടുത്തത്തിൽ ഉന്നതതല അന്വേഷണം. ഇറാൻ യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ. സമാധാന കരാർ ഉടനെന്ന് ട്രംപ്. ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഹോർമുസിൽ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചെന്ന IRGC. ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണുകൾ സഞ്ജു സാംസണിലേക്ക്. ഇന്ത്യൻ T20 ക്യാപ്റ്റനാകാൻ സഞ്ജുവും പരിഗണനയിൽ. സഞ്ജുവിനൊപ്പം ശ്രേയസ് അയ്യരും തിലക് വർമ്മയും മത്സരരംഗത്ത്.